ഇന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കാറ്റും മഴക്കോളൊക്കെ കണ്ടു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ടോപ്പിക്ക് കാറ്റുകളെ കുറിച്ച് തന്നെ ആകാമെന്ന്. അപ്പോൾ എന്താണ് കാറ്റ്, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ അഥവാ ലോക്കൽ വിൻസുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക്, അതായത് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായിട്ടുള്ള ചലനത്തെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. തിരശ്ചീനമായ ചലനത്തെയാണ് കാറ്റ് എന്ന് പറയുന്നത്. ഇനി അനിമോളജി എന്നാണ് നമ്മൾ കാറ്റുകളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര്. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, കാറ്റുകളുടെ വേഗത അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? അനിമോമീറ്റർ എന്നാണ് ഈ ഉപകരണത്തിന് പറയുന്ന പേര്. ഈ അനിമോ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റ് എന്നാണ്. അതുകൊണ്ടാണ് അനിമോളജി, അനിമോമീറ്റർ ഇതൊക്കെ കാറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കാറ്റുകൾ നമ്മൾ മൂന്നായിട്ടാണ് പൊതുവെ തരംതിരിക്കാറ്. അതായത് ആദ്യത്തേതെന്ന് പറയുന്നത് സ്ഥിരവാദങ്ങളാണ്. സ്ഥിരവാദങ്ങൾ അഥവാ പെർമനന്റ് വിൻസ് എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് കാറ്റിനെയാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ തരത്തിനെയാണ് നമ്മൾ കാലികവാദങ്ങൾ അഥവാ സീസണൽ വിൻസ് എന്ന് പറയുന്നത്. കാലികവാദങ്ങൾ അഥവാ സീസണൽ വിൻസ്. മൂന്നാമത്തെ ടൈപ്പിനെയാണ് അല്ലെങ്കിൽ തരത്തിനെയാണ് നമ്മൾ ലോക്കൽ വിൻസ് അഥവാ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് കാറ്റുകളുള്ളത്. പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യത്തേത് സ്ഥിരവാദങ്ങൾ അഥവാ പെർമനന്റ് വിൻസ്. സ്ഥിരമായിട്ട് വർഷത്തിലുടനീളം ഒരേ ദിശയിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ സ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈസ്റ്റർലീസും വെസ്റ്റർലീസും, കിഴക്കൻ വാദങ്ങളും പടിഞ്ഞാറൻ വാദങ്ങളൊക്കെ ഇതിൻ്റെ വാണിജ്യവാദങ്ങളൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് കാലികവാദങ്ങൾ അഥവാ സീസണൽ വിൻസ്. പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ സീസൺ അനുസരിച്ച് അഥവാ ഋതുഭേദങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ സമയം മാറുന്നതിനനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളെയാണ് നമ്മൾ കാലികവാദങ്ങൾ അഥവാ സീസണൽ വിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കടൽക്കാറ്റും കരക്കാറ്റും, ഇപ്പോൾ കടൽക്കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശും, കരക്കാറ്റ് കരയിൽ നിന്ന് കടലിലേക്ക് വീശും. സിമ്പിളായിട്ടൊരു കാര്യം പറയാം, കാറ്റ് എവിടെ നിന്നാണോ വീശുന്നത് അതായിരിക്കും കാറ്റിൻ്റെ പേര്. കടലിൽ നിന്ന് വീശുന്ന കാറ്റിനെ കടൽക്കാറ്റെന്നും കരയിൽ നിന്ന് വീശുന്ന കാറ്റിനെ കരക്കാറ്റെന്നും വിളിക്കും. അപ്പോൾ എവിടെ നിന്നാണോ കാറ്റ് ഉത്ഭവിക്കുന്നത് അതായിരിക്കും കാറ്റിന് എപ്പോഴും പേര് നൽകുന്നത്. ഇപ്പോൾ കിഴക്കൻ വാദങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റുകളാണ്. എവിടെ നിന്നാണോ കാറ്റ് ഉത്ഭവിക്കുന്നത് അതായിരിക്കും അതിൻ്റെ പേര്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ടൈപ്പിനെയാണ് നമ്മൾ വിളിക്കുന്നത് ലോക്കൽ വിൻസ് അഥവാ പ്രാദേശികവാദങ്ങൾ. ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ എവിടെയാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ചില പ്രത്യേക സമയത്ത് മാത്രം വീശുന്ന, ചില മാസങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകളെയാണ് പ്രാദേശിക വാദങ്ങൾ അഥവാ ലോക്കൽ വിൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലോക്കൽ വിൻഡ് അഥവാ പ്രാദേശിക വാദത്തിലേക്ക് പോകാം. ആദ്യത്തേത് എന്ന് പറയുന്നത് മാംഗോ ഷവറാണ്. കേരളത്തിലാണ് നമ്മൾ മാംഗോ ഷവർ വീശുന്നത്. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്താണ്. നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന കേരളത്തിൻ്റെ തീരത്ത് വീശുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് മാംഗോ ഷവർ. ഇത് കേരളത്തിൻ്റെ താപനില ഈ വേനൽക്കാലത്ത് അല്പം കുറക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് പേര് മാംഗോ ഷവർ എന്ന് വരാൻ കാരണം എന്താണ്? ഈ മാങ്ങ പഴുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാംഗോ ഷവർ എന്ന് ഈ ഒരു കാറ്റിന് പേര് വന്നത്. കേരളത്തിൽ അല്പം മഴയൊക്കെ വേനലിന് നൽകുന്ന വേനൽ മഴ എന്ന് പറയുന്നത് ഈ മാംഗോ ഷവറിൻ്റെ ഭാഗമാണ്. മൺസൂണിന് തൊട്ടു മുമ്പാണ് ഇത് കേരളത്തിൽ വരുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് കോഫി ബ്ലോസംസ് അഥവാ ചെറി ബ്ലോസംസ് ആണ്. നമ്മുടെ കർണാടകയിൽ ഇതേ സമയത്ത്, അതായത് കേരളത്തിൽ മാംഗോ ഷവർ വീശുന്ന അതേ സമയത്ത് കർണാടകയിൽ വീശുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് കോഫി ബ്ലോസംസ് അഥവാ ചെറി ബ്ലോസംസ്. ഇത് കർണാടകയിൽ ഉടനീളം നല്ല രീതിയിൽ വേനൽക്കാലത്ത് അല്പം മഴയൊക്കെ നൽകി കടന്നു പോവുകയാണ് ചെയ്യുന്നത് മൺസൂണിന് മുമ്പ്, മാംഗോ ഷവർ പോലെ തന്നെ. പക്ഷെ അവിടെ നമുക്കറിയാം, കർണാടകയാണല്ലോ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കർണാടകയിലാണ് കാപ്പി ഉൽപ്പാദിപ്പിച്ചതും. ബാബ ബുദൻഗിരി എന്ന് പറഞ്ഞിട്ടുള്ള കുന്നുകളിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കാപ്പിക്കുരുകൾ നട്ടത്. അപ്പോൾ കാപ്പി അഥവാ കോഫിയെ പൂവിടാൻ സഹായിക്കുന്ന ഒരു കാറ്റാണ് ഈ കോഫി ബ്ലോസംസ് അഥവാ ചെറി ബ്ലോസംസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലൂ ആണ്. ലൂ എന്ന പ്രാദേശികവാദം വീശുന്നത് ഉത്തരേന്ത്യയിലാണ്. ഉത്തര മഹാസമതലം, നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻസ് അഥവാ ഉത്തരേന്ത്യൻ സമതലത്തിലാണ്, ഗംഗ യമുന സമതലത്തിലാണ് ഇത് പ്രധാനമായിട്ടും വീശുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാൻ, അതുപോലെ പഞ്ചാബ്, ഹരിയാന, അങ്ങ് UP വരെയുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കാറുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ദോഷകരമാണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ലൂ വരുന്നത് ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ്. ഇറാനിലെയൊക്കെ മരുഭൂമിയിൽ നിന്നാണ് ഈ കാറ്റ് ഇന്ത്യയിലേക്ക് വീശുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ഉഷ്ണക്കാറ്റാണ്, പോരാത്തതിന് മരുഭൂമിയിലൂടെ വരുന്നതുകൊണ്ട് ഒരു പൊടിക്കാറ്റ് കൂടിയാണ്, ഒരു സാൻഡ് സ്റ്റോം കൂടിയാണ്. പ്രത്യേകിച്ച് മെയ് മാസത്തിൻ്റെ അവസാനങ്ങളിൽ, അതായത് വേനൽക്കാലത്ത് ഈ ഉത്തരേന്ത്യയിലെ ചൂട് എന്ന് പറയുന്നത് ഒരു 35-40 ഡിഗ്രി സെൽഷ്യസോളം വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീണ്ടും വീശുന്നത്. അപ്പോൾ ഈ 35-40 ഡിഗ്രി ചൂടുള്ള അല്ലെങ്കിൽ താപനിലയുള്ള രാജസ്ഥാനിലെ താപനില വീണ്ടും ഒരു 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ലൂ ചെയ്യുന്നത്. അങ്ങനെ രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിലും ഈ ജയ്സൽമേർ, ബിക്കാനീർ, ഫലോഡി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ ഒരു 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കൊക്കെ കൊണ്ടുവരാൻ ഈ പറഞ്ഞ ലൂ അങ്ങനെ ചെയ്യുന്നത്. ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു കാറ്റാണിത്. അപ്പോൾ ലൂ കാരണം, താപനില കൂടുന്നത് കാരണം ഒരുപാട് മനുഷ്യർക്ക് അവിടെ സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ സംഭവിക്കാറുണ്ട്. ഒരുപാട് ജനങ്ങൾ നിർജ്ജലീകരണം മറ്റും സംഭവിച്ച് മരിക്കാറുമുണ്ട്. ഇപ്പോൾ ലൂ ഒരു ഹാംഫുൾ വിൻഡാണ്. ഇനി 4ാമത്തെ പ്രാദേശികവാദമാണ്. ഇതിൻ്റെ പേര് കൽ ബൈസാഖി അഥവാ നോർവെസ്റ്റേഴ്സ്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബർദോലി ചീര. അതായത് ഈ ബംഗാൾ ഭാഗത്ത്, പ്രാദേശികമായിട്ട് ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ അതേസമയം, അതായത് മാംഗോ ഷവറൊക്കെ വീശുന്ന ഏപ്രിൽ മെയ് സമയത്ത് തന്നെ വീശുന്ന മറ്റൊരു കാറ്റാണ് ഈ കൽ ബൈസാഖി. ഇതിൻ്റെ പേരിൽ തന്നെ അറിയാം, ബൈസാഖ മാസം, കൽ ബൈസാഖി, വൈശാഖ മാസം, അതായത് വേനൽക്കാലത്ത് വീശുന്ന കാറ്റായതുകൊണ്ടാണ് ഇതിനെ കൽ ബൈസാഖി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇത് ആസാം, നോർത്ത് ഈസ്റ്റിലെ ചില സംസ്ഥാനങ്ങൾ, ത്രിപുര, ആസാം പോലുള്ള സംസ്ഥാനങ്ങൾ വരെ മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയായിരിക്കും. വെസ്റ്റ് ബംഗാളിലൊക്കെ ഒരുപാട് കേടുപാടുകൾ, മരങ്ങൾക്കും വീടുകൾക്കൊക്കെ ഒരുപാട് കേടുപാടുകൾ കൽബൈസാഖി മൂലം ഉണ്ടാവാറുണ്ട്. ചില വിളകൾക്കൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. അതേസമയത്ത് ആസാമിൽ ഇതിനെ വിളിക്കുന്ന പേര് ബർദോലി ചീര എന്നാണ്. ഈ ആസാം നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തേയിലക്ക് വേനൽക്കാലത്ത് അല്പം മഴ കിട്ടുന്നത് ഈ പറഞ്ഞ കൽബൈസാഖി അഥവാ ബർദോളി ചീരയിൽ നിന്നാണ്. ആസാമിൽ കൽബൈസാഖിയെ വിളിക്കുന്ന പേരാണ് ബർദോളി ചീര. അപ്പോൾ ഈ തേയില നന്നായിട്ട് വളരാൻ, തേയിലയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു കാറ്റ്, ആ കാറ്റിൽ കിട്ടുന്ന മഴയാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രാദേശികവാദങ്ങൾ. ഇപ്പോൾ കാറ്റുകളെക്കുറിച്ച് പഠിച്ചല്ലോ. അപ്പോൾ കാറ്റുകളെക്കുറിച്ചും പഠനം, അതുപോലെ ഉപകരണം, പ്രാദേശികവാദങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ടത് ഏതാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്